ഒരുപാട് സുഖമില്ലാതിരിക്കുന്ന കാലയളവിൽ പോലും ആ വാപ്പയോടും ഉമ്മയോടും കൃപയോടുകൂടി പെരുമാറിയവരെ, അവർക്ക് വേണ്ടുന്ന ഖിദ്മത്തുകൾ എടുത്തുകൊണ്ട് നിലകൊള്ളുന്നവരെ, നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടം ചെറുതല്ല, ചെറുതല്ല. തലങ്കര മജീദ് ഉസ്താദിൻ്റെതാകുന്ന റൂമിൽ ഇന്ന് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഉമ്മയെ ഞാൻ കാണാനുണ്ടായി. വയസ്സൊരുപാടുണ്ട് ഉമ്മാക്ക്. ഫാത്തിമ എന്ന പേരുള്ള ഉമ്മയാണ്. ഒരു ഭാഗം തളർന്നു പോയ ഉമ്മയാണ്. മജീദ് ഉസ്താദിന്റെ പ്രിയപ്പെട്ടതാകുന്ന ഉമ്മയാണ്. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട ഉമ്മാക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ. എല്ലാ ദിവസവും മുടങ്ങാതെ റൂഹേ ബയാൻ മജ്‌ലിസിൽ ഈ വിനീതനോടൊപ്പം രാവിലെ പ്രഭാത സമയത്ത് യൂട്യൂബ് ലൈവിലൂടെ തന്നെ സദസ്സിൽ പങ്കെടുക്കുന്ന ഉമ്മയാണ്. കോഴിക്കോട് കൊടുവള്ളി ദേശത്തുള്ളതാകുന്ന ഉമ്മ. അദ്ദേഹത്തിന്റെ ദേശനാകുന്ന അബ്ദുസലാം എന്ന് പറയുന്നതായ മകനോടൊപ്പം ഇന്ന് ഈ നാട്ടിലേക്ക് വന്നു ചേർന്നത് മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചാണ്. ഈ വാദിന്റെ മജ്‌ലിസിൽ പങ്കെടുത്തിട്ടവർ തിരിച്ചു പോവുകയാണ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, അവർക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ. ഉമ്മാക്ക് ഖിദ്മത്ത് എടുക്കാൻ മക്കൾ വെമ്പൽ കൊള്ളുന്ന കാലഘട്ടം. അബ്ദുസലാം എന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളടക്കം ബഹുമാന്യരാകുന്ന മജീദ് ഉസ്താദ് അടക്കം അവരെല്ലാവരും ആ ഉമ്മാക്ക് വേണ്ടി ഖിദ്മത്ത് എടുക്കുകയാണ്. മക്കളും മരുമക്കളും കൊച്ചുമക്കളും മത്സരിക്കുകയാണ്. ആഖിറത്തിന്റെ കൂലി മാത്രമാണ് പ്രതീക്ഷ. ഉമ്മയേത് ആഗ്രഹം പറഞ്ഞാലും സാധിച്ചു കൊടുക്കാൻ അവർ താല്പര്യപ്പെടുകയാണ്. ഒരു ഭാഗം തളർന്നു കിടന്നിട്ട് പോലും എനിക്ക് തളങ്കര പള്ളി ഒന്ന് കാണണം, ഒന്ന് സിയാറത്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ മക്കളതാ എടുത്തുകൊണ്ടുവരുകയാണ്. ആ ഉമ്മാക്ക് വേണ്ടുന്ന ഖിദ്മത്ത് അവരെടുക്കുകയാണ്. കഴിയുമോ നമുക്കൊന്ന് കിടക്കയിൽ കിടന്നുകൊണ്ട് മലമൂത്ര വിസർജനം നടത്തുന്ന പിതാവിനെ ക്രൂശിക്കുന്ന മക്കളുള്ള കാലഘട്ടമല്ലയോ? അവരെ പ്രയാസപ്പെടുത്തുന്ന കാലഘട്ടമല്ലയോ? പഠിച്ചു വെക്കണേ. ഭാര്യയുടെ വചനങ്ങൾ കേട്ടുകൊണ്ട് വാപ്പയും ഉമ്മയും പടിയുടെ പിണ്ടം വെക്കുന്നതായ ആധുനിക ഭർത്താക്കന്മാരുടെ ലോകത്തല്ലേ ഈ സമൂഹം നിലകൊള്ളുന്നത്? ഉമ്മാക്ക് ഖിദ്മത്ത് എടുത്തുകൊണ്ട് നിലകൊണ്ടതായ ഹാരിസത്ത് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു സ്വർഗത്തിലേക്ക് കടന്നു എന്ന് മാത്രമല്ല, ആ സ്വർഗത്തിലിരുന്നു കൊണ്ട് വശ്യസുന്ദരമായി ഖുർആൻ ഓതുന്നത് ഞാൻ എൻ്റെ കർണപുടം കൊണ്ട് കേട്ടു എന്ന് കളവ് പറയുക ചെയ്യാത്ത, ചിന്തിക്കുക പോലും ചെയ്യാത്ത ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിച്ചു വെക്കണം നമ്മൾ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സമ്പത്തുണ്ടായിട്ട് കാര്യമില്ല, അതിനനുസരിച്ച് ജീവിക്കാനും കൂടി നമ്മൾ പഠിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. നമ്മളൊക്കെ സമ്പത്ത് കൂടി കഴിയുമ്പോൾ അള്ളാഹുവിനെ മറക്കുന്നവരായി മാറുകയാണ്, മാതാപിതാക്കളെ മറക്കുന്നവരായി മാറുകയാണ്. അഹങ്കാരമാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് തത്തിക്കളിക്കുന്നത്. സഹോദരങ്ങളെ, 2002 മുതൽ 2007 വരെ ഇന്ത്യൻ പ്രസിഡന്റായി നിലകൊണ്ട വ്യക്തിയായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. വലിയ ചരിത്രം രേഖപ്പെടുത്തിയതാകുന്ന മനുഷ്യനാണ് അദ്ദേഹം. തമിഴ്നാടാണ് അദ്ദേഹത്തിന്റെ സ്വദേശം, രാമേശ്വരം. 1931 ഒക്ടോബർ 15 അദ്ദേഹം രാമേശ്വരത്ത് ജന്മമെടുക്കുന്നത്. വാപ്പയുടെ പേര് സൈനുൽ ആബിദീൻ, ഉമ്മയുടെ പേര് ആശിയ ഉമ്മ. നമ്മളിൽ പലരെയും പോലെ ദാരിദ്ര്യമായിരുന്നു അവരുടെ മുഖമുദ്ര. വളരെയേറെ പ്രയാസത്തിലായിരുന്നു അവരുടെ കുടുംബം നീങ്ങിയിരുന്നത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ചരിത്രം ഓർമ്മപ്പെടുത്തുന്നത്. നല്ലതുപോലെ ശ്രദ്ധിക്കുന്നു. APJ അബ്ദുൽ കലാം അദ്ദേഹം പിന്നീട് ഇന്ത്യൻ പ്രസിഡന്റായി. അദ്ദേഹത്തിന്റെ ജീവിത കഥ ഒരു പുസ്തകമാക്കി ലോകത്തിന് പരിചയപ്പെടുത്തുന്നു. അതിന്റെ ഉള്ളടക്കമാണ് ഞാൻ ഈ പറയുന്നത്. അദ്ദേഹം പറയുന്നു, ചെറുപ്രായത്തിൽ വളരെയേറെ ദാരിദ്ര്യവും പ്രയാസവും. വീട്ടിൽ ഒന്നുമില്ല, ഭക്ഷണം കഴിക്കാനുള്ളതാകുന്ന വകുപ്പില്ല, സാമ്പത്തികമായ പ്രതിസന്ധി. ഞാൻ എൻ്റെ വിദ്യാഭ്യാസത്തിന്റെ ചെലവുകളൊക്കെ നോക്കിയിരുന്നത് ഞാനും കൂടി ജോലി ചെയ്തിട്ടാണ്. 13 വയസ്സാണെന്ന് എനിക്ക് പ്രായം. ഞാൻ എല്ലാ ദിവസവും പത്രമിടാൻ പോകും, രാവിലെ പത്രമിടാൻ പോകും. അങ്ങനെ പത്രമിടാൻ പോകുന്ന വഴിയിൽ കിട്ടിയതാകുന്ന പൈസ കൊണ്ടുവന്ന് ഞാനൊരു ഭാഗം കൊണ്ടുവന്ന് ഉമ്മക്ക് കൊടുക്കും, ഉപ്പാക്കും നൽകും. വീടിന്റെ ചെലവുകൾ അങ്ങനെ നടക്കുന്നു. ബാക്കിയുള്ളത് അല്പമേ ഉള്ളൂ, അത് കൊണ്ടുപോയി ഫീസ് അടയ്ക്കും. അങ്ങനെ പഠിക്കും. മണ്ണെണ്ണ വിളക്കിൻ്റെതാകുന്ന വെളിച്ചത്തിരുന്നു കൊണ്ട് പഠിക്കുകയാണ്. ഒരു ദിവസം വീട്ടിൽ രാത്രിയിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത്
ഞങ്ങൾക്ക് കഴിക്കാനുണ്ടായിരുന്നത് ചപ്പാത്തിയും പട്ടാണിക്കടലയുമാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ഞാൻ ആ ചപ്പാത്തി എടുത്തു. വാപ്പ കഴിക്കുന്നുണ്ട്, തൊട്ടടുത്ത് തന്നെ സൈനുൽ ആബിദീൻ എന്ന പ്രിയപ്പെട്ട ഉപ്പ നല്ലതുപോലെ കഴിക്കാൻ. ഞാൻ വന്നിരുന്നു, ചപ്പാത്തി എടുത്തു, കറിയിൽ മുക്കി വായിലേക്ക് വെച്ചതും ഞാനത് തുപ്പിക്കളഞ്ഞു. കാരണം ശക്തമായ ഉപ്പുണ്ടത്, നല്ല ഉപ്പുണ്ട്. ഞാനപ്പോ ഉമ്മയോട് വളരെ പരുഷ സ്വഭാവത്തിൽ ഉമ്മയോട് ദേഷ്യത്തോടു കൂടി ചോദിച്ചു, ഉമ്മ എന്താ ഈ കറിയിൽ ഇങ്ങനെ, കറി എന്താ നിങ്ങളെന്താ ശ്രദ്ധിക്കാത്തത്? കറി ഭയങ്കര ഉപ്പാണല്ലോ, എന്താ നിങ്ങൾ ശ്രദ്ധിക്കാത്തത്? ഞാനല്പം പരുക്കൻ സ്വഭാവത്തിൽ ചോദിച്ചു. കാരണം എനിക്കത് ചോദിക്കാനുള്ള ഒരു അധികാരമുണ്ട് എന്ന ഒരു ചിന്തയും എൻ്റെ മനസ്സിലെപ്പോഴുണ്ട്. കാരണം ഞാൻ കൂടി സമ്പാദിച്ചതാകുന്ന സമ്പാദ്യമാണല്ലോ ഇപ്പൊ ഈ ഭക്ഷണത്തിൽ വന്നത്. ചിന്തിക്കണം, നമ്മളിൽ അധിക ആളുകളും പ്രത്യേകിച്ച് രക്ഷിതാക്കളും മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണത്. പലപ്പോഴും നമ്മൾ ദ്വാരക്കും എന്ത്, അള്ളാഹു എൻ്റെ മകന് ഹൈറായ ഒരു ജോലി കിട്ടി, നല്ല റാഹത്തായ ഒരു ജീവിതം അവനിലൂടെ സാധ്യമാക്കണേ എന്ന് ദുആ ചെയ്യുന്ന മാതാവിനും പിതാവിനും പലപ്പോഴും തെറ്റുപറ്റാറുണ്ട്. കാരണം ആ മകന് ജോലി കിട്ടി, അവന്റെ സമ്പാദ്യത്തിൽ നിന്ന് നീ കഴിക്കാൻ തുടങ്ങിയോ, പിന്നീട് അവൻ പലതും നിന്നോട് ചോദ്യം ചെയ്യും, നിന്റെ തലയെ കയറി നിരങ്ങും. മറ്റേത് വാപ്പ സമ്പാദിച്ചു കൊണ്ടുവരുന്നത് മകൻ അടങ്ങാതിരുന്ന് കഴിച്ചിട്ടുള്ളൂ, അതിനൊരു കണക്കും ഉണ്ടാവില്ല. മകൻ സമ്പാദിച്ചു കൊണ്ടുവരുന്നത് അത് 1 കിലോ കോഴിയിറച്ചിയാണെങ്കിലും പോത്തിറച്ചിയാണെങ്കിലും അതിന്റെ കണക്ക് അവൻ രേഖപ്പെടുത്തും. അത് കറി വെക്കേണ്ട രീതിക്ക് അവന് കറി വെച്ച് കിട്ടണം, അവരുദ്ദേശിക്കുന്ന രീതിയിൽ റോസ്റ്റ് ചെയ്ത് കിട്ടണം. ഇല്ലെങ്കിൽ വാപ്പയുടെ ചൂടാകും, ഉമ്മയുടെ ചൊടിക്കും, ദേഷ്യപ്പെടും, ഉറപ്പാണ്. കാരണം അവന്റെ മനസ്സിന്റെ അകത്തലത്തിൽ തന്നെ ഒരു ഹുങ്ക് വന്നിട്ടുണ്ട്, ഞാൻ കൂടി സമ്പാദിച്ചതാണല്ലോ. കലാമു പറയുന്നു, ഞാൻ ഉമ്മയോട് അങ്ങനെ പരുഷമായ രീതിയിൽ ദേഷ്യപ്പെട്ടപ്പോൾ എൻ്റെ വാപ്പ തൊട്ടടുത്തിരിപ്പുണ്ട് സൈനുൽ ആബിദീൻ. അദ്ദേഹം എന്നോട് പറഞ്ഞു, മിണ്ടാതിരിക്കട അവിടെ, കത്താതെ. അവരുടെ ഭാഷയാണ്, തമിഴ്നാട് ഭാഷയാണ്, കത്താതെ. ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. എൻ്റെ ഉമ്മയുടെ വാപ്പയുടേതാകുന്ന ആ വർത്തമാനത്തിന് ഞാൻ മിണ്ടാതിരുന്നു. ഞാൻ നോക്കുമ്പോൾ എൻ്റെ വാപ്പ വളരെ നല്ല റാഹത്തായിട്ട് ചപ്പാത്തി കറിയിൽ ഇങ്ങനെ മുക്കിയിട്ട് പട്ടാണിക്കടലിൽ മുക്കി അദ്ദേഹം ഇങ്ങനെ കഴിക്കുന്നുണ്ട്. ഞാൻ ചിന്തിച്ച്, വാപ്പായുടെ കറിക്ക് ഒരു കുഴപ്പവും കാണൂല, അതുകൊണ്ടായിരിക്കും ഉമ്മ സ്പെഷ്യൽ കറി വാപ്പ കൊടുത്തിട്ടുണ്ടോ. ഞാൻ അങ്ങനെ എൻ്റെ ചപ്പാത്തി എടുത്ത് വാപ്പാടെ കറിക്കകത്ത് മുക്കി കഴിച്ചു നോക്കുമ്പോൾ ഇതേ ഉപ്പ് തന്നെയാണ്, അതിനകത്ത് നല്ല ഉപ്പുണ്ട്. പക്ഷെ വാപ്പ വല്ല മുഖഭാഗം വല്ല മാറ്റമുണ്ടോ? ഒരു മാറ്റവും ഇല്ല, നല്ല റാഹത്തായിട്ട് കഴിക്കുക. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഇനി എൻ്റെ ചപ്പാത്തിക്ക് വല്ല പ്രശ്നമുണ്ടോ? വാപ്പാടെ ചപ്പാത്തിക്ക് ചിലപ്പോൾ കുഴപ്പമുണ്ടാവൂല, എൻ്റെ ചപ്പാത്തിക്കായിരിക്കും ഉപ്പ് കൂടുതൽ. ചപ്പാത്തിക്ക് ഉപ്പ് കൂടുതലായതുകൊണ്ടായിരിക്കും എനിക്കങ്ങനെ ഉപ്പ് തോന്നിയത് എന്ന് മനസ്സിലാക്കി വാപ്പാടെ ചപ്പാത്തിയുടെ ഒരു ഭാഗം ഞാൻ ഇങ്ങോട്ട് പ്ലേറ്റിൽ നിന്ന് എടുത്തിട്ട് ഞാനത് മുക്കി കഴിച്ചു നോക്കി. 13 വയസ്സാണ് എൻ്റെ പ്രായം. നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് സെയിം ഉപ്പ് തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. വാപ്പ ആണെങ്കിൽ യാതൊരുവിധ പ്രശ്നമില്ലാത്തതുപോലെ നല്ല റാഹത്തായിട്ട് കഴിക്കുന്നുണ്ട്, ഒരു പരാതിയില്ല, ഒന്നുമില്ല. ഉമ്മ അടുക്കളയിലാണ്. ഞാൻ പിന്നെ 2 ചപ്പാത്തി കൂടി ചോദിച്ചു, എക്സ്ട്രാ ചോദിച്ചിട്ട് കഴിച്ചു. കലാമു പറയാണ്, കാരണം ഉമ്മാക്ക് വിഷമം വരണ്ടെന്ന് കരുതിയിട്ട്, കൊള്ളാമല്ല നല്ല ചപ്പാത്തിയാണെന്നൊക്കെ പറഞ്ഞ് 2 എണ്ണം കൂടി വായിച്ച് കഴിച്ചു. അങ്ങനെ വേണം നമ്മൾ ഇന്നുവരെ ഒരു കറി വെച്ചിട്ട് ഇത് സൂപ്പർ കറിയാണെന്ന് പറയാത്ത ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ഉമ്മ മാത്രമേ ഉണ്ടാവൂ. ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ, നല്ല കറിയാണ്, നല്ല കൂട്ടാനാണെന്ന് പറയാത്തത് ആരോടാണ്? ഉമ്മാട് പറഞ്ഞിട്ടുണ്ടാവില്ല. നമുക്കറിയാം, നമ്മളെല്ലാവരും, ലോകത്തുള്ള എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഉമ്മായോട് തുറന്നത് പറയാൻ നമുക്കൊരു മടിയാ, മനസ്സിലൊരു ഇതുകൊണ്ട് നമ്മൾ പറയൂല. പിന്നെ അവർ മരിച്ചു കിടക്കുമ്പോൾ കബറിൻ്റെ അടുത്ത് പോയി പറയും, ഇത്രയേ ഉള്ളൂ. ഇല്ലേ, നാട്ടുകാരോട് പറയും. ലോകത്ത് എവിടെയൊക്കെ പോയി നമ്മൾ ഭക്ഷണം കഴിച്ചാലും ഉമ്മ വെക്കുന്നതാകുന്ന ആ കറിയോളം അല്ലെങ്കിൽ അവരുടെ ഭക്ഷണത്തോളം ചില കറികളോടും ഒന്നും തന്നെ മതിപ്പ് നമുക്ക് ഉളവാവൂല. അങ്ങനെയല്ലേ? സ്വാഭാവികമാണ്. അള്ളാഹു നമ്മുടെ മരണപ്പെട്ട ഉമ്മമാർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ രക്ഷിതാക്കൾക്കെല്ലാം അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ചിന്തിക്കണം സഹോദരങ്ങൾ, അദ്ദേഹം പറയുന്നു, എല്ലാം കഴിഞ്ഞു ഭക്ഷണം കഴിച്ചതിന് ശേഷം പാത്രം കഴുകാൻ ഞാൻ നിന്നു. 13കാരനായി ഞാനാണെന്ന് വീടിൻ്റെതാകുന്ന പാത്രങ്ങളെല്ലാം കഴുകുന്നത്. എല്ലാ ദിവസവും രാത്രിയിൽ വാപ്പയും ഉമ്മയും കഴിച്ച പാത്രങ്ങൾ മാത്രമല്ല, വീട്ടിൽ പാചകം ചെയ്ത പാത്രങ്ങൾ ഉൾപ്പെടെ എല്ലാം കഴുകി വെക്കുന്ന ജോലി എനിക്കാണ്. ഇരിക്കുന്നതായ മക്കൾ ആരെങ്കിലും അങ്ങനെ ചെയ്യലുണ്ടോ? സഹോദരങ്ങൾ, ആരെങ്കിലും ചെയ്യലുണ്ടോ? ചിന്തിക്കണം. നമ്മൾ അവനവന്റെ സ്വന്തം പാത്രം ഡൈനിങ് ടേബിളിൽ നിന്ന് ഒന്ന് എടുത്തുകൊണ്ട് പോലും പോകൂല, കൊണ്ടൊന്ന് വേസ്റ്റ് ഡബ്ബിലോട്ട് ഇട്ട് പോലും കൊടുക്കൂല. ആ പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി ഞാൻ നേരെ പോയി കിടക്കാൻ വേണ്ടി തുനിഞ്ഞു. നോക്കുമ്പോൾ വാപ്പയുടെ കിടക്കെല്ലാം തട്ടിക്കൊടുന്നിട്ട് ഉറങ്ങാൻ പോവാണ്. ഞാൻ വാപ്പയുടെ റൂമിലേക്ക് കയറി.
ചോദിച്ചു വാപ്പയോട്, വാപ്പ എന്താണ് ഉമ്മായുടെ ഈ കറിക്ക് ഉപ്പ് കൂടിയിട്ട് നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ? ഞാൻ പറഞ്ഞിട്ട് സാധാരണ വാപ്പമാരോടൊപ്പം നിൽക്കല മക്കൾ. കറിക്ക് ഉപ്പ് കൂടി എന്ന് പറഞ്ഞാൽ ആ ശരിയാ, നല്ല ഉപ്പുണ്ട്, ഇത് എവിടെ നോക്കിയാ പഠിച്ചെന്ന് ചോദിച്ചു വാപ്പ കൂടും. ഇത് വാപ്പ ഒന്നും മിണ്ടിയിട്ടില്ല. എന്താ വാപ്പ ഒന്നും മിണ്ടാതിരുന്നത് എന്ന് ചോദിച്ചപ്പോ അതിന് മറുപടിയില്ല. അദ്ദേഹം പതുക്കെ കിടക്കൊക്കെ വിരിച്ചിട്ട് പതുക്കെ അതിലിരുന്നു. വീണ്ടും ഞാൻ ഒരല്പം സ്വരം കൂട്ടി ചോദിച്ചു, അപ്പൊ എന്താ ഒന്നും മിണ്ടാതിരുന്നത്? കറിക്ക് ഉപ്പ് കൂടിയിട്ട് എന്തേ വാപ്പ ഒരു ശബ്ദം പോലും ഉണ്ടാക്കിയില്ലല്ലോ? കലാം പറയുന്നു, എന്റെ കൈക്ക് പിടിച്ച് വാപ്പ എന്റെ അടുത്ത് ചാരത്തിരുത്തി. എന്നിട്ട് എന്നോട് പറഞ്ഞു, പ്രിയപ്പെട്ട പൊന്നുമോനെ, നീ രാവിലെ 5:30 മണിക്ക് പത്രമിടാൻ വേണ്ടി രാവിലെ ഇറങ്ങുമ്പോ അതിന് 1 മണിക്കൂർ മുമ്പേ ഈ വീട്ടിൽ വിളക്ക് തെളിച്ച് നിനക്ക് വേണ്ടുന്ന പലഹാരങ്ങളും ചായയും ഉണ്ടാക്കി നൽകുന്നത് അവളാണ്. ഈ വീടിന്റെ വിളക്കാണവൾ. ഈ സമയത്തും അവൾ കടന്നിട്ടില്ല. എല്ലാം അടിച്ച് വൃത്തിയാക്കി ഏറ്റവും ലാസ്റ്റ് ഉറങ്ങുന്നത് അവളാണ്. ആ പ്രിയപ്പെട്ടതാകുന്ന ഉമ്മ ഒരൽപ്പം പകൽ ഈ ജോലി മുഴുവനും ചെയ്ത് ക്ഷീണിച്ച് അവശതയായതിന്റെ പേരിൽ 1-2 പ്രാവശ്യം ചിലപ്പോൾ ഉപ്പ് കൂടുതൽ ഇട്ടിട്ടുണ്ടായേക്കാം. സ്വാഭാവികമാണ്. അത് ജീവിതത്തിൽ ഒരിക്കൽ സംഭവിക്കുന്ന തെറ്റാൻ. അതിന്റെ പേരിൽ ഉമ്മയെ നമ്മൾ വല്ലാതെ ക്രൂശിക്കണോ? ഉമ്മയെ വല്ലാതെ പ്രയാസപ്പെടുത്തണോ? ഞാൻ ഉമ്മയോട് ദേഷ്യപ്പെടണോ എന്ന് ചോദിച്ചു. കലാം പറയുന്നു, എന്റെ കണ്ണുകൾ വല്ലാതെ നിറഞ്ഞൊഴുകി. ഞാൻ പൊട്ടിക്കരഞ്ഞു. വാപ്പയുടേതാകുന്ന മാറിടത്തേക്ക് ചാഞ്ഞു കിടന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞു. പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ വാപ്പയും ഉമ്മയും ഒരു നോക്ക് പോലും കൊണ്ട് നോവിച്ചിട്ടില്ല. ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ അവരെ നോവിച്ചിട്ടില്ല. വലാ തഖുൽ ലഹുമാ ഉഫിൻ. ഖുർആനിന്റെ അധ്യാപനം വന്നതുപോലെ ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ അവരെ നോവിക്കാതെ നിലകൊണ്ടു. സഹോദരങ്ങളെ, പഠിക്കണം. പിന്നീട് കലാമ് ചവിട്ടിക്കേറിയത് ആ ഉമ്മയുടെയും ഉപ്പയുടെയും പ്രാർത്ഥന കൊണ്ട് തമിഴ്നാട് എന്ന് പറയുന്ന രാമേശ്വരത്ത് എന്ന് പറയുന്ന ഒരു കുഗ്രാമത്തിൽ നിന്ന് പത്രം വിറ്റ് കിട്ടിയ കാശുകൊണ്ട് പഠിച്ച് ലോകം കണ്ട ഏറ്റവും ഉന്നതമായ തലത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു. ഇന്ത്യ രാജ്യത്തിൻ്റെതാകുന്ന പ്രസിഡന്റ് എന്ന് പറയുന്ന മഹനീയമായ പദവിയിലേക്ക് 2002-2007 കാലഘട്ടം 5 വർഷം മനോഹരമായി ഇന്ത്യക്ക് നേതൃത്വം നൽകി. ദ അയൺമാൻ എന്നാണ് അദ്ദേഹത്തെ ചരിത്രം രേഖപ്പെടുത്തിയിരുന്നത്. അദ്ദേഹത്തെ പോലെ മറ്റൊരു പ്രസിഡന്റ് ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല. ചരിത്രമല്ലേ? ഇത്രയും സ്വാധീനം ചെലുത്തിയതാകുന്ന ഒരു വ്യക്തി. എന്തുകൊണ്ടാണിത്? വാപ്പായുടെയും ഉമ്മായുടെയും പൊരുത്തമാണ്. മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ പൊരുത്തം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ പറയിൻ. അള്ളാഹു പൊരുത്തം നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് സമ്പത്ത് കൂടുന്നതിലല്ല വാപ്പയുടെയും ഉമ്മയുടെയും പ്രാർത്ഥന കൊണ്ട് കിട്ടിയതാകുന്ന സമ്പാദ്യം. ഇരിക്കുന്ന ഓരോരുത്തരും ഇപ്പൊ കണ്ണ് നിറഞ്ഞു നിലകൊള്ളുന്നതായ ആളുകളെ ഞാനിവിടെ കാണുന്നുണ്ട്. പ്രായം ചെന്ന ആളുകൾ, ഉപ്പമാർ, മറക്കപ്പുറത്തിരിക്കുന്ന പ്രിയപ്പെട്ടതാകുന്ന ഉമ്മമാരുണ്ട്. ഇരിക്കുന്ന ഓരോരുത്തരും നാം എല്ലാവരും ഉയരാൻ കാരണം നമ്മുടെ പ്രിയപ്പെട്ട മാതാവും പിതാവുമാണ്. അവരുടെ പ്രാർത്ഥനയാണ്. ശരിയല്ലേ? അവരുടെ പ്രാർത്ഥനയില്ലാതെ നമ്മൾ എവിടെയും എത്തൂല, എവിടെയും എത്തിയിട്ടുമില്ല. ഇന്ന് നീ കാണുന്നതായ ഉന്നതമായ പടത്തിലേക്കൊക്കെ നീ എത്താനുള്ള കാരണം ലോകം അറിയപ്പെട്ട വ്യക്തിയായി, 4 ആൾ അറിയപ്പെടുന്ന ഒരു തലത്തിലേക്ക് ഉയർന്ന സാമ്പത്തിക സ്രോതസ്സുള്ളവനായി, മഹല്ലത്തുകളിലും സമൂഹത്തിലും കുടുംബത്തിലുമൊക്കെ വലിയ വിലയുള്ളവനായി നീ മാറ്റപ്പെടാനുള്ള കാരണം നിന്റെ വാപ്പയും ഉമ്മയുമാണ്. നിന്റെ ഒരു വിദ്യാഭ്യാസവുമില്ല. ചിലരങ്ങനെ കരുതുന്നുണ്ട്, ഞാൻ വലിയ വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ടാണ് അവരെന്നെ വലിയ ബഹുമാനിച്ചതൊന്നും അല്ല. ഈ വിദ്യാഭ്യാസം കിട്ടിയതും നിനക്ക് ഉയർച്ച കിട്ടിയതും ഒക്കെ കാരണം ആരാണ്? നിന്റെ വാപ്പയും ഉമ്മയുമാണ്. അവരുടെ പ്രാർത്ഥനയാണ്. അതുകൊണ്ടല്ലേ മൂസാ നബി അലൈഹിസ്സലാം ബഹുമാനപ്പെട്ടവർ തൂർ സീനാ പർവ്വതത്തിലേക്ക് കയറുന്ന സമയത്ത് കാലൊന്ന് ചെറുതായി വഴുതുകയാണ്. പെട്ടെന്ന് തന്നെ ബഹുമാനപ്പെട്ടവർ മലയിലേക്ക് പിടിക്കുകയാണ്. തൂർ സീനാ പർവ്വതത്തിലേക്ക് അള്ളിപ്പിടിക്കുകയാണ്. ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയി നൽകുകയാണ്. ബഹുമാനപ്പെട്ടവരോട് പറയുകയാണ്, യാ മൂസാ, മൂസാ നബിയേ, മൂസാ നബിയേ, തൂർ സീനാ പർവ്വതത്തിലേക്ക് കയറുന്ന മൂസാ നബിയേ, നിങ്ങൾ ഇതിനെ സൂക്ഷിക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തിരുന്നതായ 2 കരങ്ങളുണ്ടല്ലോ. നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ ഇതാ
മരണപ്പെട്ടു പോയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഉമ്മയില്ലാതായിരിക്കുന്നു, ഉമ്മ ഇതാ ഖബറടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇനി ശ്രദ്ധിച്ച് നടക്കണേ മൂസ. ഇനി കാലുകൾ തന്നെ പർവ്വത നിരകളിലേക്ക് കയറുമ്പോൾ തന്നെ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ കാക്കണേ അല്ലാ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ ഇന്ന് ഖബറിലാണ് മൂസ. അതുകൊണ്ട് ഇനി ശ്രദ്ധിച്ച് നടക്കണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞുവെങ്കിൽ പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ. നീ വീട്ടിൽ നിന്ന് കാറെടുത്ത് പോകുമ്പോ, നീ ബൈക്കെടുത്ത് ചെറുപ്പക്കാര് പോകുമ്പോ, വീടിന്റെ അകത്തളത്തിൽ ജനലിന്റെ അരികിലിരുന്നു കൊണ്ട് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ഉമ്മയുണ്ട്. കരിപുരണ്ട വസ്ത്രം ധരിച്ചുകൊണ്ട് റൂമിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, നിനക്ക് ആ ഉമ്മയുടേതാകുന്ന ചുക്കിച്ചുളിഞ്ഞ കൈകളിൽ ഒന്ന് ചുംബിച്ചിട്ട് പോകാൻ നിനക്ക് മടിയാണ്. എത്ര നാളായടാ നിന്റെ ഉമ്മയുടെ നെറ്റിത്തടത്തിൽ ഒരു ഉമ്മ കൊടുത്തിട്ട്? എത്ര നാളായി പെങ്ങളെ നിന്റെ ഉമ്മയുടെ കയ്യിൽ ഒരു ചുംബനം കൊടുത്തിട്ട്? നീ മദ്രസയിലേക്ക് പോകുമ്പോ, നീ സ്കൂളിലേക്ക് പോകുമ്പോ, നീ ലോകത്തിന്റെ ഏത് കോണിലേക്ക് യാത്ര പോയാലും ഉമ്മയോടും ഉപ്പയോടും യാത്ര പറയാതെ പോകല്ലേ. നീ എത്ര വലിയ സമ്പന്നതയുടെ മടിത്തട്ടിലേക്ക് കടന്നു പോയാലും വാപ്പയും ഉമ്മയുമാണ് നിന്റെ ജീവിതത്തിന്റെ എല്ലാം എന്ന് തിരിച്ചറിയണേ. കാസർഗോഡിന്റെ പ്രിയപ്പെട്ട സമൂഹമേ, സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കുന്നതായ ചെറുപ്പക്കാരാ, അള്ളാഹു നിനക്ക് നൽകിയ സമ്പാദ്യം പടച്ചറപ്പ് ഇന്ന് കാണുന്ന ഈ വലിയതാകുന്ന വീടും ഈ വാഹനങ്ങളുടെ സ്വരൂപങ്ങളും ഈ വലിയതാകുന്ന ആൾക്കൂട്ടവും പടച്ചറപ്പ് നിനക്ക് നൽകാനുള്ള കാരണം നിന്റെ വാപ്പയും ഉമ്മയുമാണെന്ന് തിരിച്ചറിയണേ. അവരുടെ പ്രാർത്ഥന മൂലമാണ് നിനക്ക് അള്ളാഹു നൽകിയത്. 3 കൂട്ടരുടെ പ്രാർത്ഥന അള്ളാഹു തട്ടുകയില്ല. ഒന്ന് യാത്രക്കാരന്റെ പ്രാർത്ഥനയാണ്, ഹലാലായി യാത്ര ചെയ്യുന്നവന്റെ പ്രാർത്ഥന. ആ യാത്രയിലുടനീളം അള്ളാഹു ദുആ സ്വീകരിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. മറ്റൊന്ന് ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയാണ്. അകാരണമായി ജനങ്ങൾ ആക്രമിച്ചതായ ആള്, ആക്രമിച്ച വ്യക്തി പടച്ച റബ്ബിലേക്ക് കരമുയർത്തിയാൽ അവനും അല്ലാഹുവിനിടയിൽ മറയില്ല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. മൂന്നാമതായി നിന്റെ വാപ്പയുടെയും ഉമ്മയുടെയും പ്രാർത്ഥനയാണ്. ഉമ്മാടെ ഹൃദയം നൊന്താൽ, വാപ്പാടെ ഹൃദയം നൊന്താൽ, അവരെങ്ങാണ് നിനക്ക് എതിരായി ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ച റബ്ബിനോട് ദുആ ചെയ്താൽ അല്ലാഹു അത് തട്ടൂല, അല്ലാഹു അത് സ്വീകരിക്കുമേ. ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സമ്പത്തിന്റെ പേരിൽ വാപ്പയെ മറന്നുപോയവർ, അവരെ ഒന്ന് ശുശ്രൂഷിക്കാൻ മറന്നുപോയവർ, ഉമ്മയെ ഒന്ന് ശുശ്രൂഷിക്കാൻ മറന്നുപോയവർ, കാസർഗോഡുള്ള ഏതെങ്കിലും സഹോദരിമാര് ഈ ശബ്ദം ശ്രവിക്കുന്നുണ്ട് എങ്കിൽ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് സ്നേഹത്തോടുകൂടി കുമ്മനം ഉസ്താദ് ഓർമ്മപ്പെടുത്തുകയാ, ഒരിക്കലും നീ രക്ഷപ്പെടാൻ പോകുന്നില്ല. നിന്റെ ആഖിറവും നഷ്ടപ്പെടുകയാ, നിന്റെ ദുനിയാവും നഷ്ടപ്പെടുകയാണ്. ഈ മഹാന്മാര് ഈ പരിശുദ്ധമായ മണ്ണിലേക്ക്, ഈ ഇന്ത്യ രാജ്യത്തേക്ക്, ഈ കേരളത്തിൻ്റെതാകുന്ന വിവിധ തലത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് 12ഓളം പള്ളികൾ പണിത് ഈ നാടിന്റെ ആത്മീയതയ്ക്ക് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി അവർ നിലകൊണ്ടിട്ടുണ്ടെങ്കിൽ അവർ ജനങ്ങളോട് അടിക്കടി ഉപദേശിച്ചതും അവരുടെ പ്രിയപ്പെട്ട നേതാവ്, നമ്മുടെ എല്ലാവരുടെയും നേതാവ് ഹബീബായ നബി തങ്ങൾ തന്നെ വിളിച്ചു പറഞ്ഞതും മാതാപിതാക്കളെ ഗൗരിക്കണേ എന്നാണ്. സമ്പത്ത് അല്ലാഹു നൽകിയ അനുഗ്രഹമാ, അത് ഏത് സെക്കൻഡിലും അല്ലാഹു ഉരിയെടുക്കാം, ഏത് സെക്കൻഡിലും അത് നഷ്ടപ്പെട്ടു പോകാം. മാതാപിതാക്കളെ മോശമാകുന്ന രീതിയിൽ കൊണ്ടുപോകരുതേ. അതുകൊണ്ട് എത്ര വലിയ സമ്പത്തിലേക്ക് കടന്നുപോയാലും അവരെ നോക്കാത്ത മക്കളായി നമ്മൾ മാറാതിരിക്കാൻ ഉണർപ്പെടുത്തുകയാണ്. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, 2 കാര്യങ്ങൾ മനുഷ്യൻ വല്ലാതെ വെറുക്കും സഹാബ. അവസാന കാലഘട്ടത്തിലേക്ക് കടന്നു പോകുമ്പോ മനുഷ്യന്, ആദം സന്തതികൾക്ക് 2 കാര്യങ്ങൾ വെറുപ്പാണ്. ഇസ്നാനി യക്റഹും ബിനു ആദം. ആദം സന്തതികൾ 2 കാര്യങ്ങൾ വെറുക്കുമത്രേ. ഒന്നാമത്തത് അൽ മൗത്ത്, മരിക്കലാണ്. ഈ ലോകത്ത് നിന്ന് മരണപ്പെടാൻ അവൻ ഇഷ്ടമില്ല. എന്നാൽ അറിയണേ, വൽ മൗതു ഖൈറുൻ മിനൽ ഫിത്ന.
ഈ ദുനിയാവിൽ നമസ്കരിക്കാതെ, ഈ ദുനിയാവിൽ നോമ്പ് പിടിക്കാതെ, ഈ ദുനിയാവിൽ സക്കാത്ത് കൊടുക്കാതെ, ഈ ദുനിയാവിൽ ഹജ്ജ് ചെയ്യാതെ, ഈ ദുനിയാവിൽ പാവങ്ങളുടെ കണ്ണീരപ്പാതെ, ഈ ദുനിയാവിൽ നിരാലംബർക്ക് അവലംബമാകാതെ, ഈ ദുനിയാവിൽ നിരാശരർക്ക് ആശ്രയത്വം കൊടുക്കാതെ, ഹറാമായ കാഴ്ചകൾ മുഴുവനും കണ്ടുകൊണ്ട് അന്യരാകുന്ന പരസ്ത്രീകളുമായി പാതിരാത്രി സമയങ്ങളിൽ തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയെ മാറ്റിവെച്ച് മറ്റുള്ള പരസ്ത്രീകളുമായി ബന്ധം പുലർത്തുന്ന ചെറുപ്പക്കാരെ, ആ പ്രവണത നിലനിർത്തുന്നത് ഒരിക്കലും അത് നല്ലതല്ല. അതിനേക്കാൾ ഏറ്റവും ഉത്തമം മരണത്തെ കൊതിക്കലാണ്. നീ ഈ ഭൂമുഖത്ത് നിന്ന് മരിക്കലാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നാശമുള്ള ജീവിതത്തെക്കാൾ നല്ലത്, ഏറ്റവും നല്ലത് മരിക്കലാണ് എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാനല്ല, മറിച്ച് നീ ജീവിക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത്. ഇവിടെ ജീവിക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കണം. നിന്റെ നിസ്കാരം, നിന്റെ നോമ്പ്, നിന്റെ ഇബാദത്തുകൾ കണിശതമാകണം. കാരണം വയസ്സത്രേ ഉള്ളൂ, 60-70 വയസ്സേ ഉള്ളൂ. ഇപ്പൊ തന്നെ ഇതുവരെ ആരാധിച്ചില്ല. ചിലരെ ഹജ്ജിനെ ഇങ്ങനെ ബന്ധിക്കും. എന്താ ഹജ്ജ് ആരാധന ചോദിച്ചാൽ എന്താ പറയാ? ഹജ്ജ് ചെയ്താൽ പിന്നെ നന്നാകണ്ടേന്നാണ്. അപ്പൊ നീ ഇപ്പൊ നന്നാവാതെയാണോ പോകുന്നത്? ഹജ്ജ് കഴിഞ്ഞാൽ പിന്നെ നന്നായി ജീവിക്കണം. അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ്, അങ്ങനെ ഒരു സമൂഹമായി മാറി. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇങ്ങനെ പിന്തിച്ച് കൊണ്ടുവാണ്. 70 ആകട്ടെ, അവസാനം ഹജ്ജൊന്നും പറ്റാതെ ഷുഗർ ബാധിച്ച് കാല് മുറിച്ച് മാറ്റപ്പെട്ടൊക്കെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകാൻ. ഒരിക്കലും മക്കയിലും മദീനയിലും എത്താൻ പറ്റിയിട്ടില്ല. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. 40 കൊല്ലം സൗദിയിൽ ജോലി ചെയ്ത വലിയ സമ്പന്നനായ മനുഷ്യൻ എന്നോട് പൊട്ടിക്കരന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ, 1 വർഷം പോലും വിശുദ്ധമായ മക്ക കാണാനുള്ള അവസരം അല്ലാഹു നൽകിയിട്ടില്ല. അവസാനം ഷുഗർ വന്ന അദ്ദേഹത്തിന്റെ കാല് മുറിച്ചു മാറ്റി. ആദ്യം തള്ളവരലാണ് മുറിച്ചു മാറ്റിയത്. ഷുഗർ ബാധിക്കുന്നത് ആദ്യം എവിടെയാണ്? നല്ലതുപോലെ ഷുഗറുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം ശ്രദ്ധിച്ചോണം. നിങ്ങൾക്ക് പ്രയാസം വരിക വിരലിനടിയിലാണ്. അവിടെ ചെറിയ മുറിവ് വരും, വ്രണം പോലെ വരും, അത് പഴുക്കും, അറിയൂല. ഒതുവൊക്കെ എടുത്ത വെള്ളമൊക്കെ വിരലിനടിഭാഗം ഉമ്മമാരും ഉപ്പമാരൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും ശ്രദ്ധിച്ചോണം. വിരല് ഇപ്പൊ തന്നെ നോക്കുക, ചിലർ കാലിപ്പം തന്നെ പൊക്കി നോക്കുക. കാരണം മൊത്തം ഷുഗറാ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അല്ലാഹു നമുക്കൊക്കെ ആഫിയത്ത് നൽകുമാറാവട്ടെ. വിരലിന്റെ അടിഭാഗമേ, ആ ഉൾഭാഗം ഒന്ന് ശ്രദ്ധിച്ചോണം. അവിടെയാണ് ആദ്യം ചെറുതായിട്ട് ഇങ്ങനെ മുറിവ് വന്ന് പിന്നെ അത് പഴുത്ത് അങ്ങനെ കീറും, അറിയൂല. പിന്നെ വിരൽ മുറിച്ച് മാറ്റേണ്ടി വരും, പിന്നെ കാൽപ്പത്തി മുറിച്ച് മാറ്റേണ്ടി, പിന്നെ മുട്ട് മുറിച്ച് മാറ്റി. അങ്ങനെ ഒരാൾ മുറിച്ച് മാറ്റി അവസാനം തൊടവരെ മുറിച്ച് മാറ്റി. 40 കൊല്ലം സൗദിയിൽ ജോലി ചെയ്ത വ്യക്തിയാണ്, തിരുവനന്തപുരംകാരനാണ്. മരണപ്പെട്ടു പോയി. അള്ളാഹു അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. ഹജ്ജ് ചെയ്യാൻ അവസരം അദ്ദേഹത്തിന് ജീവിതത്തിൽ ലഭിച്ചില്ല. കാരണം അതാ പിന്നെ ആകട്ടെ, നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് കഴിയട്ടെ. കാരണം ഇത് കഴിഞ്ഞാൽ പിന്നെ നന്നായി ജീവിക്കണമല്ലോ എന്ന കരുതൽ അവസാനം നിന്ന് അവസാനം സുഖമില്ലാതായി, ഷുഗർ കൂടി നാട്ടിൽ വന്നു. പിന്നെ മുറിച്ചു മാറ്റി ഓരോരോ അവയവങ്ങൾ, പിന്നെ സൗകര്യപ്പെട്ടില്ല. അല്ലാഹു അദ്ദേഹത്തിന് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അതുപോലെ എത്രയെത്ര ആളുകളുണ്ട് പടച്ച റബ്ബ് വലിയ അനുഗ്രഹങ്ങൾ നൽകിയവരാണ്. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കാതെ ഈ ദുനിയാവിൽ കള്ളും കഞ്ചാവും എമ്മും MDMA ഒക്കെ അടിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ അടിച്ചു പൊളിച്ച് നിലകൊള്ളുന്ന ചെറുപ്പക്കാരില്ലേ, ലഹരി ഉപയോഗിക്കുന്നതായ എത്രയോ സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അങ്ങനെ നശീകരണമാകുന്ന ജീവിതത്തെക്കാൾ വൽ മൗതു ഖൈറുൻ മിനൽ ഫിത്ന, അതിനേക്കാൾ നല്ലത് മരണത്തെ കൊതിക്കലാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. മോശപ്പെട്ട ജീവിതത്തെക്കാൾ നല്ലത് മരണമാണ്. കേൾക്കനെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, രണ്ടാമത്തെ കാര്യം ഇവിടെ ഉള്ളൂ കേട്ടോ, എന്നിട്ട് പോകാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉസ്താദ് വരും, ഉസ്താദിന്റെ ദുആ കഴിഞ്ഞിട്ട് പോകും. ശരിക്കും ശ്രദ്ധിക്കണേ. രണ്ടാമത്തത് വഖില്ലത്തുൽ മാൽ, സമ്പത്ത് കുറയലാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. മനുഷ്യൻ വെറുക്കുന്നത് രണ്ട് കാര്യം. ഒന്ന് മരണം, മറ്റൊന്ന് സമ്പത്ത് കുറയൽ. ഹബീബ് മുഹമ്മദ് മുസ്തഫ. ശരിയല്ലേ? അത് നബി തങ്ങൾ പറഞ്ഞത് ശരിയല്ലേ? ആണോ അല്ലയോ? ഒന്ന് കൈ ഉയർത്തിക്കല്ല, ഒരു ആണെന്ന് ഉറപ്പുള്ളവരൊന്ന് കൈ ഉയർത്തിക്ക. മാഷാ അല്ലാഹ്, നബി പറഞ്ഞത് വാസ്തവീകരിക്കണമല്ലോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
ഒന്ന് മരിക്കാൻ കൊതിയില്ല, എല്ലാവർക്കും വെറുപ്പാണ്. രണ്ടാമത്തത് സമ്പത്ത് കുറയൽ. ഡെയിലി 1000 രൂപ വരുമാനമുള്ളവൻ വൈകിട്ടായപ്പോൾ കളക്ഷൻ എണ്ണി നോക്കി 950 ഉള്ളൂ. മനസ്സിൽ സന്തോഷമാണോ സങ്കടമാണോ ഉണ്ടാവുക? സങ്കടമാണ്. കാരണം എന്താ? 50 രൂപ ഇന്ന് കുറഞ്ഞല്ലോ. അങ്ങനെയാണ്. അത് ഏത് തൊഴിലാളിയായിരുന്നാലും ഏത് ജോലിയിലായിരുന്നാലും അങ്ങനെയാണ്. മാസം ഒരു 25,000 വരുമാനമുള്ളവൻ മാസത്തിൽ കളക്ഷൻ എടുത്ത് നോക്കിയപ്പോൾ അന്ന് 24 ഉള്ളൂ ആ മാസം. അവന്റെ മനസ്സിൽ സങ്കടമായിരിക്കും. സമ്പത്ത് കുറയൽ മനുഷ്യൻ എപ്പോഴും ദുഃഖമാണ്, പ്രയാസമാണ്, വെറുക്കുന്ന സംഗതിയാണ്, മനുഷ്യപ്രകൃതമാണിതെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. എന്നാൽ പഠിച്ചു വെക്കണം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വഖില്ലത്തുൽ മാലി അഖല്ലു ലിൽ ഹിസാബ്. സമ്പത്ത് കുറയുക എന്ന് പറയുന്നത് ആഖിറത്തിലെ ഹിസാബ് കുറയാൻ കാരണമാണെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ആഖിറത്തിലെ ഹിസാബ് കുറയാൻ കാരണമാണ് സമ്പത്ത് കുറയുക. എത്ര കുറഞ്ഞോ അതിനനുസരിച്ചായിരിക്കും ഹിസാബ് ഉണ്ടാവുക. സാമ്പത്തിക സ്രോതസ് അനുസരിച്ചായിട്ടിരിക്കും നാളെ വിചാരണയുടെ ഘട്ടം ഉണ്ടാവുക. ലോകത്തുള്ള എല്ലാവരും ഒരുമിക്കുന്നത് മഹ്ശറ. അല്ലാതെ ഇപ്പൊ ഇന്നിപ്പോ ഇവിടെ കൂടിയ ആളുകൾ മാത്രമല്ല. അപ്പൊ എത്ര ടൈം എടുക്കുമെന്ന് ഓരോരുത്തരും ചിന്തിക്കാൻ. അവനവരുടെ സമ്പത്ത് കണ്ടിട്ട് കോടികൾ ഉള്ളവൻ ആ കോടികളുടെ ഹിസാബ് പറയണം. അതെത്ര ടൈം എടുക്കും? ഒരു ഹദീസ് കൂടി അത് കേട്ടിട്ട് പോയിക്കോ. എന്താണ് ഹദീസ്? قال رسول الله صلى الله عليه وسلم, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യദ്ഖുലു ഫുഖറാഉൽ മുസ്ലിമീൻ ഖബ്ല അൽ അഗ്നിയാഇ ബിനിസ്ഫി യൗം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, പാവപ്പെട്ടനാകുന്ന ജനകോടികൾ മുഴുവനും സ്വർഗ്ഗത്തിൽ കടന്ന് അര ദിവസവും കഴിഞ്ഞിട്ട് പണക്കാരാകുന്ന ആളുകൾ സ്വർഗത്തിലേക്ക് കടക്കൂ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പാവപ്പെട്ടതാകുന്ന ജനകോടികൾ മുഴുവനും അവരുടെ വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിൽ കടന്ന് അര ദിവസം കൂടി കഴിഞ്ഞതിന് ശേഷമേ പണക്കാരാകുന്ന ആളുകൾ സ്വർഗത്തിലേക്ക് ഹിസാബ് കഴിഞ്ഞ് കടക്കാൻ തുടങ്ങൂ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹ് ഇപ്പോഴാണ് പെട്ടത്. ഇതുവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ആദ്യത്തെ ദിവസമൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോയതാ. ഇതിലിപ്പോ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. പണമുള്ളവരെ, പൈസ പൂഴ്ത്തി വെച്ചുകൊണ്ട് ജീവിക്കുന്നവരെ, അള്ളാന്റെ ദീനിന് കൊടുക്കാതെ, പള്ളിക്ക് കൊടുക്കാതെ, മദ്രസയ്ക്ക് കൊടുക്കാതെ, ദീനീ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാതെ, പാവങ്ങളുടെ കണ്ണീരപ്പാതെ, നിരാലംബർക്ക് അവലംബമാകാതെ, ഹറാമായ തലത്തിലേക്ക് സിനിമ കാണാൻ, തിയേറ്ററിലേക്ക് പോകാൻ, പാർക്കിലേക്ക് പോകാൻ, ബീച്ച് റോഡുകളിലേക്ക് പോകാൻ, ബേക്കൽ ഫെസ്റ്റ് നടക്കുമ്പോൾ രാത്രി ഉറക്കമൊഴിച്ച് സുബൈ വരെ പോയിരുന്നുകൊണ്ട് അവിടെ ഇരുന്ന് തുള്ളിയതാകുന്ന, കടപ്പുറത്ത് പോയിരുന്ന് തുള്ളിയതാകുന്ന പ്രിയപ്പെട്ട കാസർഗോഡുള്ള പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. സമ്പത്ത് കൊണ്ട് പടച്ച റബ്ബ് പറഞ്ഞ മാർഗത്തിൽ ജീവിക്കാതെ ഹറാമാകുന്ന തലത്തിലേക്ക് സമ്പത്ത് കൊണ്ടുപോയവരെ അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ്, യദ്ഖുലു ഫുഖറാഉൽ മുസ്ലിമീൻ ഖബ്ല അൽ അഗ്നിയാഇ ബിനിസ്ഫി യൗം. പാവപ്പെട്ടതാകുന്ന ജനകോടികൾ മുഴുവനും സ്വർഗത്തിലെത്തി, അവരുടെ വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിലെത്തി അര ദിവസം കൂടി കഴിഞ്ഞതിന് ശേഷമേ പണക്കാരായ ആളുകൾ അവരുടെ വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിൽ കടക്കൂ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഈ അര ദിവസമല്ലേ മുസ്ലിയാരെ? അന്ന് ഞങ്ങൾക്ക് വലിയ വിഷയമൊന്നുമില്ല. ഞങ്ങളിവിടെ 12 മണിക്കൂറും 6 മണിക്കൂറും ഒക്കെ ബീവറേജിന്റെ മുന്നിൽ ക്യൂ നിൽക്കണം. ഒരു കുഴപ്പമില്ലല്ലോ ഞങ്ങൾക്ക്. പിന്നെയാണ് മൈശറ. മൈശറയൊക്കെ പറയുമ്പോൾ ചിലർക്കൊരു വിഷമമുണ്ട്. ഓ എന്ത് മൈശറ, ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ. അങ്ങനെ കരുതിയിരിക്കുന്നവരെ, നീ മനസ്സിലാക്കുന്നതല്ല നാളെയുടേതാകുന്ന ലോകം. ഖുർആൻ കേൾക്ക് നിങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സഅല സായിലും ബിഅദാബിൻ വാഖിഅ
للكافرين ليس له دافع من الله ذي المعارج تعرج الملائكة والروح إليه في يوم كان مقداره 50,000 سنة فاصبر صبرا جميلا إنهم يرونه بعيدا ونراه قريبا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. ആഖിറത്തിലേതാകുന്ന ഒരു ദിവസം മഹ്ശറ വൻസഭ എന്ന് പറയുന്നത് ഈ ദുനിയാവിലെ 50,000 വർഷമാണെന്ന് വിശുദ്ധമായ ഖുർആൻ. പഠിച്ചു വെക്കണേ കാസർഗോഡുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ, സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കുന്നവരെ, അള്ളാന്റെ ദീനിന് കൊടുക്കാതെ മോശപ്പെട്ട തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോയിട്ടുള്ളവരെ, ഹറാമായ തലത്തിലേക്ക് കണ്ണും കാതും കൊണ്ടുപോയി തന്റെ മാതാപിതാക്കളെ പോലും കബളിപ്പിച്ചുകൊണ്ട് മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ ജീവിതത്തിന്റെ ഉപാധിയായി കൊണ്ട് നടക്കുന്നതായ പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. ആഖിറത്തിൽ ഒരു ദിവസം എന്ന് പറയുന്നത് ദുനിയാവിലെ 50,000 വർഷമാണ്. അപ്പൊ അതിന്റെ പകുതി എന്ന് പറയുമ്പോ എത്രയാവും? 50,000ന്റെ പകുതി എത്രയാണ്? 25,000 വർഷം. ദിവസമല്ല, വർഷം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. പണക്കാരായ ആളുകൾ വിചാരണയ്ക്ക് വേണ്ടി എത്ര നാൾ നിൽക്കണം? 25,000 വർഷം. പാവപ്പെട്ട മുഴുവൻ ഹിസാബ് കഴിഞ്ഞ ഒരു സ്വർഗത്തിലെത്തി പിന്നെ നിൽക്കണം ഇവിടെ മഹ്ശറിൽ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇനി അത് കേട്ടിട്ട് പേടിക്കണ്ട, വേറൊരു ആയത്തുകൊണ്ട് കുറച്ചുകൂടി ഒന്ന് ആശ്വസിക്കാം. وَإِنَّ يَوْمًا عِندَ رَبِّكَ كَأَلْفِ سَنَةٍ مِّمَّا تَعُدُّونَ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, റബ്ബിന്റെ അടുക്കൽ മഹ്ശറയിലെ ഒരു ദിവസം എന്ന് പറയുന്നത്, അല്ലാഹുവിന്റെ അടുക്കൽ ഒരു ദിവസം എന്ന് പറയുന്നത് ഈ ദുനിയാവിലെ 1000 വർഷമാ, 1000 സംവത്സരങ്ങളാണെന്ന് വിശുദ്ധമായ ഖുർആൻ. 1000 വർഷമാണ് ആഖിറത്തിൽ ഒരു ദിവസം. അപ്പൊ അതിന്റെ പകുതി എത്രയാ? 500 വർഷം. ഏറ്റവും കുറഞ്ഞത് അതെടുക്കുക, അതെന്തായാലും ഉണ്ടാവും. 500 കൊല്ലത്തെ ഹിസാബ് നീ നേരിടേണ്ടി വരും. എത്ര കൊല്ലത്തെ കണക്ക് ബോധിപ്പിക്കാനാ നിൽക്കുന്നത് മഹ്ശറയിൽ? 50 കൊല്ലം അല്ലേ? അതോ 60ഓ അതോ 70ഓ 80ഓ 90ഓ 100ഓ? നിന്റെ ആയുസ് എത്രയാണ്? 100 മാക്സിമം. 100 കൊല്ലം നീ ഈ ദുനിയാവിൽ വെട്ടിപ്പിടിച്ചതും അകാരണമായി നീ കൈമുതലാക്കി വെച്ചതാകുന്ന സമ്പത്തിന്റെയും കണക്ക് പറയാൻ നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ കത്തിച്ചൊലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തി കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിചാരണ പറയേണ്ടി വരുന്നത് 500 വർഷമാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. 500 വർഷം പാവപ്പെട്ടവർ മുഴുവനും സ്വർഗത്തിൽ എത്തിയിട്ട് 500 കൊല്ലം കഴിയും. അപ്പൊ അവരുടെ വിചാരണയുടെ ഘട്ടത്രാന്ന് അല്ലാഹു അലം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പാവപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ തളങ്കര ഇപ്പൊ ഈ വാത് കെട്ടവൻ ഇവിടെ ഉള്ള പാവപ്പെട്ടവരുമുണ്ട്, സുഡാനിലുള്ളവനുമുണ്ട്, മ്യാൻമറിലുള്ളവനുമുണ്ട്, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ളവരുണ്ട്, എല്ലാവരും ഉണ്ട്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന, ദാരിദ്ര്യം അനുഭവിക്കുന്ന പട്ടിണി പാവങ്ങളുടെ മുഴുവൻ ആളുകളുടെയും എല്ലാവരുടെയും വിചാരണ കഴിഞ്ഞ് കേവലം തളങ്കരയിലുള്ളവരുടെ മാത്രമല്ല, കാസർഗോഡുള്ളവരുടെ മാത്രമല്ല, കേരളത്തിലുള്ളവരുടെ മാത്രമല്ല, ഇന്ത്യ രാജ്യത്തുള്ളവരുടെ മാത്രമല്ല, ലോകത്തുള്ള സർവരുടെയും പാവപ്പെട്ടവരുടെയും വിചാരണ കഴിഞ്ഞതിന് ശേഷം 500 വർഷം കൂടി കഴിഞ്ഞതിന് ശേഷമേ നിന്റെ വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് കടക്കാൻ നീ ദുനിയാവിൽ വെച്ച് അള്ളാഹുവിനനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ച് പാവപ്പെട്ടവരുടെ കണ്ണീരപ്പി നിരാലംബര കവലംബമായി നിന്റെ സമ്പത്ത് ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിൽ കടക്കാം. ഇല്ലെങ്കിൽ കാലെ പിടിച്ച് നരകത്തിലോട്ട് എറിയും.
സ്വർഗത്തിൽ കിടക്കുന്നത് ആരാണ്? ദുനിയാവിൽ നന്മ ചെയ്തവൻ. സമ്പത്തുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറൂല. 500 കൊല്ലം കഴിഞ്ഞാൽ ഈ ഹിസാബ് നേരിട്ടിട്ട് കടക്കണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും നന്മ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ ഞങ്ങളെ നീ സ്വാലിഹീങ്ങൾ ചേർക്കണേ അല്ലാ, അബ്ദീങ്ങൾ ചേർക്കണേ അല്ലാ. അതുകൊണ്ട് സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കരുത്. അല്ലാഹു നൽകിയ സമ്പാദ്യം ദീനിനു വേണ്ടി കൊടുക്കുന്നവരാകണേ. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉസ്താദ് എത്തിയിട്ടുണ്ട്. അല്ലാഹു ഉസ്താദിനെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നസീബാക്കുമാറാവട്ടെ. ധാരാളം കാലം ദീനിനെ ഖിദ്മത്ത് ചെയ്യാനും നമുക്ക് ആത്മീയ നേതൃത്വം നൽകാനും അല്ലാഹു ഉസ്താദിനെ ദീർഘായുസ്സ് നസീബാക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ നമ്മുടെ റോഹെ ബയാൻ മജ്‌ലിസിൽ മുടങ്ങാതെ സുബഹിക്ക് ശേഷം 5:30 മണിക്ക് കൃത്യമായി പങ്കെടുക്കുന്ന ഒരുപാട് ഉമ്മപെങ്ങന്മാർ, സഹോദര സഹോദരിമാർ ഈ മജ്‌ലിസിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു എല്ലാവർക്കും ബറകാത്തുകൾ ചൊരിയട്ടെ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബഹുനിരാകും നമ്മുടെ പ്രിയപ്പെട്ട ഖതീബ്, പ്രിയ ഉസ്താദ് മജീദ് ഉസ്താദിന്റെ പ്രിയപ്പെട്ട ഉമ്മ ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഉമ്മ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹോദരൻ, ജ്യേഷ്ഠ സഹോദരൻ അബ്ദുസ്സലാം, അവരുടെ കുടുംബങ്ങൾ, ഭാര്യ, സന്താനങ്ങൾ, മരുമക്കൾ എല്ലാവരും ഈ മജ്‌ലിസിൽ സ്ഥിരമായി പങ്കെടുക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ വലിയ താല്പര്യത്തിൽ ഇന്ന് ഈ മജ്‌ലിസിൽ വന്നു ചേരുകയും ചെയ്തു. അല്ലാഹു അവർക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നസീബാക്കട്ടെ. പ്രത്യേകിച്ച് ആ പ്രിയപ്പെട്ട ഉമ്മാക്കും അവർക്ക് ഖിദ്മത്ത് എടുക്കുന്നതായ മക്കളെയും എല്ലാം അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ദുആ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ആരുടെയും പേര് എടുത്തു പറയുന്നില്ല. എല്ലാവർക്കും അല്ലാഹു ബറകാത്തുകൾ ചൊരിയട്ടെ. കാസർഗോഡ് കാനങ്ങാടുള്ള പ്രിയ സുഹൃത്ത് ഷുക്കൂർ സാഹിബ്, അദ്ദേഹത്തിന്റെ കുടുംബം, മാണിക്കോത്തുള്ളതാകുന്ന കുടുംബങ്ങൾ, അവർക്കെല്ലാവർക്കും അല്ലാഹു ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. ഇവിടെ വന്നു ചേർന്നിട്ടുള്ളതാകുന്ന ഉപ്പളയിലുള്ള മുഷ്താഖ് എന്ന സഹോദരൻ, എന്നോടൊപ്പം വന്നു ചേർന്നതായ സഹോദരങ്ങൾ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റൂഹെ ബയാൻ സഹോദരിയാണ്. ദുആ ചെയ്യാൻ വേണ്ടി തളിപ്പറമ്പിൽ നിന്ന് ഈ സദസ്സിൽ വന്നിട്ടുണ്ട് ഒരു സഹോദരി. അല്ലാഹു അവർക്ക് ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. കാസർഗോഡ് റൂഹെ ബയാൻ കുടുംബമാണ്. എല്ലാ ദിവസവും സുബഹിക്ക് മജ്‌ലിസ് കേൾക്കുന്നുണ്ട്. അവരുടെ ലിവറിന്റെ പിത്തസഞ്ചിയിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി അല്ലാഹു പരിപൂർണമായ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് നിയ്യത്തുകൾ എഴുതിയിട്ടുണ്ട്. അല്ലാഹു ആ നിയ്യത്തുകളെല്ലാം സാധൂകരിക്കുമാറാവട്ടെ. മൈമൂന എന്ന സഹോദരിയാണ്. അവരടക്കം ഈ മജ്‌ലിസിൽ വന്നു ചേർന്നിട്ടുള്ള മുഴുവനെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.